ഈ ടീം എവിടെയും എത്തില്ല. ഈ ടീം എവിടെയും എത്തിപ്പോകാൻ പോകുന്നില്ല. ഈ ടീമായിരിക്കും ഈ ഒരു ലീഗിലെ ഏറ്റവും മോശം ടീം. IPL സീസൺ അവസാനിക്കുന്നതിന് ശേഷം അവസാനിച്ചു കഴിഞ്ഞാൽ പോയിന്റ് ടേബിൾ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും അവസാന സ്ഥാനത്ത് ഇടം പിടിക്കാൻ സാധ്യതയുള്ള ടീം അത് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ആയിരിക്കും. മറ്റുള്ള ടീമുകളൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് ഒന്നോ രണ്ടോ കളികളിൽ ഒരു പ്ലേയേഴ്സ് ഔട്ട് പെർഫോമൻസ് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒരു പുതിയ താരത്തെ എടുത്ത് ഉപയോഗിക്കാൻ പോലും ഉണ്ട്. പക്ഷേ രാജസ്ഥാൻ റോയൽസിന് അതുപോലും ഇല്ലാത്തത് ഒരു വലിയ തിരിച്ചടിയായിട്ടുണ്ട്. രാജസ്ഥാൻ റോയൽസ് ഇത്തവണ പ്ലേ ഓഫിൽ എത്തില്ല. ഇത് ഞാൻ തുറന്നടിച്ച് പറയുകയാണ്. ഈ ടീം ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇനി വല്ല അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമായിരിക്കും രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫിൽ എത്തുക എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും ഇപ്പോൾ നിലവിൽ കമന്റേറ്ററുമായിട്ടുള്ള സുനിൽ ഗവാസ്കർ. അദ്ദേഹം ഇന്നലെ RCBക്കെതിരെ രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റുമായി രംഗത്തെത്തിയിട്ടുള്ളത്. നമുക്കറിയാം സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിന്റെ അവസ്ഥ വളരെ മോശം പെർഫോമൻസ് ആണ്. വെറും 4 പോയിന്റുമായി മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. നിലവിൽ പോയിന്റ് ടേബിൾ 8ാം സ്ഥാനത്താണ്. ഈ ഒരു IPL ടീമുകളുടെ എല്ലാ ടീമുകളും എടുത്തു നോക്കി കഴിഞ്ഞാൽ ഏറ്റവും മോശം റൺ റേറ്റ് ഉള്ള ടീം രാജസ്ഥാൻ റോയൽസ് ആണ്. അപ്പം ടീമിന്റെ തുടർച്ചയുള്ള പരാജയം, ഗുജറാത്തിനോട് പരാജയപ്പെട്ടു, ഇപ്പോൾ ഇത് RCBയോട് ഒരു വലിയ രീതിയിലുള്ള പരാജയപ്പെട്ടു. ഗവാസ്കർ പറയുന്നതിനോട് ഒട്ടും മൊത്തത്തിൽ അങ്ങ് യോജിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിന്റെ ഒരു അവസ്ഥ, ടീമിന്റെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം മറ്റുള്ള ടീമിലേക്ക് ഏതെങ്കിലും പ്ലേയേഴ്സ് ഔട്ട് പെർഫോമൻസ് നടത്തുകയാണെങ്കിൽ അവർക്ക് വേറൊരു പ്ലെയറെ കൊണ്ടുവരാം. ഇവിടെ കൊണ്ടുവരാൻ പോലും പ്ലേയേഴ്സ് മിതമായ ബാക്കപ്പ് പോലും ഇല്ല. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ കുറ്റം സഞ്ജു സാംസൺ മാത്രമല്ല, ടീം മാനേജ്മെന്റ് വലിയ ഉത്തരവാദിയാണ്. ഏതായാലും ഗവാസ്കർ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.